ടേസ്റ്റിയാണ്. അതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഓവനൊന്നും ഇല്ലാതെ. അതുപോലെ തന്നെ ഇതിലേക്ക് മൈദയും ചേർത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ചെറിയ ജാർ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പഞ്ചസാര ആദ്യം നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ദാ ഈ ഒരു രീതിക്കൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നിലക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചയായിട്ടുള്ള നിലക്കടല നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതാദ്യം നല്ലപോലെ തന്നെ വറുത്തെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. 1 കപ്പ് നിലക്കടലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിലക്കടല അല്ലാതെ കപ്പലണ്ടി എന്നൊക്കെ പറയും. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നിർത്തി ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് എല്ലാം മിക്സ് ചെയ്ത് നല്ല പോലെ തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ അതിൽ നിന്നും എണ്ണയൊക്കെ ഇറങ്ങി വരും. ആ ഒരു പാകത്തിന് ഇത് അരച്ചെടുക്കണം. ഇത് കുറച്ച് സമയം എടുക്കും ഈ ഒരു പാകത്തിന് അരഞ്ഞ് കിട്ടാൻ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പാകത്തിന് നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ബേക്കിംഗ് സോഡയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാകും. ഇതാദ്യം കൈ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു നിലക്കടലിൽ നിന്ന് എണ്ണ ഇറങ്ങി വന്നിരുന്നു. ആ ഒരു പറ്റിൽ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം മാത്രം ഇതിലേക്ക് നോക്കിയിട്ട് വേണം എണ്ണ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പം ബൈൻഡായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് എണ്ണയോ നെയ്യോ ഉപയോഗിച്ച് ഒന്ന് ബൈൻഡ് ചെയ്തെടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമേ 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടും ചേർക്കണ്ട. ഓരോ ടേബിൾ സ്പൂണായിട്ട് ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. നമ്മൾ ഉപയോഗിക്കുന്ന പൊടിയിലെ വ്യത്യാസത്തിലും അതുപോലെ തന്നെ നിലക്കടലയിൽ നിന്ന് ഇറങ്ങി വരുന്ന എണ്ണയുടെ വ്യത്യാസത്തിലും നമ്മൾ ചേർക്കേണ്ട എണ്ണയുടെ അളവ് അല്ലെങ്കിൽ നെയ്യുടെ അളവ് വ്യത്യാസപ്പെടും. നിങ്ങൾക്ക് നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. ഒരുപാട് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ സോഫ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് നീഡ് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം ഇതൊരു ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് കയ്യിൽ വെച്ച് നന്നായിട്ട് ഉരുട്ടിയെടുത്ത് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് കുറച്ച് നിലക്കടല ഇവിടെ ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഭാഗം മാത്രമേ കോട്ട് ചെയ്തെടുക്കുന്നുള്ളൂ, അടിഭാഗം പ്ലെയിൻ ആയിട്ട് തന്നെ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഒന്ന് റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയെടുക്കുന്നുണ്ട്. റൗണ്ട് ഷേപ്പ് തന്നെ ആക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം ആദ്യമേ എണ്ണ തടവിയിട്ട് ഒന്ന് കുറച്ച് ഗോതമ്പ് പൊടി ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ലൈൻ ചെയ്തെടുത്താലും മതിയാകും. ആ ഒരു പാത്രത്തിലേക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇത് കുറച്ചൊന്ന് വികസിക്കും. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഓവനൊന്നും ഇല്ലാതെയാണ് ഇവിടെ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഇതുപോലെ ഒരു അല്പം വലിയ അലുമിനിയം പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും ഒരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, പാത്രം കേടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഉപ്പിട്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് നേരം നല്ല പോലെ തന്നെ പ്രീഹീറ്റ് ചെയ്ത് ഓവൻ സെറ്റപ്പിലേക്കാണ് ഈ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കേണ്ടത്. അടച്ച് വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് 15 മുതൽ 20 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിക്കോളൂ. നല്ല കളറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഈ ഒരു പാത്രം ഇറക്കി വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വരുമ്പോഴാണ് ഇത് സെറ്റായി കിട്ടുന്നത്. ഇത് ഒരുപാട് ഹാർഡായിട്ടുള്ള കുക്കീസ് അല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുക്കീസാണ്. നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ ഈസി ആയിട്ട് പൊടിഞ്ഞ് വരും. ആ ഒരു രീതിക്കാണ് ഈ ഒരു കുക്കീസിൻ്റെ ടെക്സ്ചർ ഉണ്ടാകുക. ഇത് നോക്കൂ, നന്നായിട്ട് തന്നെ ബേക്ക് ചെയ്തൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പീനട്ട് കുക്കീസ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.